ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോണത് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ബാങ്ക് റേറ്റ്, SLR, CRR, റിപ്പോ റേറ്റ്, പിന്നെ മെർജർ ആൻഡ് അക്വിസിഷൻസ് മുതലായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇങ്ങനെ മുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ അപ്പെക്സ് ബാങ്ക് ആണ് ആക്ച്വലി നമ്മളുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. RBI എന്നൊക്കെ നമ്മൾ ബേസിക്കലി പറയാറുണ്ട്, ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഏരിയയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവരുടെ ഫംഗ്ഷനെ കൺഫൈൻ ചെയ്യുക, അതേപോലെ തന്നെ അവരുടെ ഫംഗ്ഷൻസിനെ, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക മുതലായ കാര്യങ്ങളിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ബാങ്കിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് പറയുന്നത്, ഈ ഒരു സെൻട്രൽ ബാങ്ക് എന്നുള്ള ഓപ്ഷൻ ആയിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ സെൻട്രൽ ബാങ്കിന്റെ ഏരിയയിലേക്ക് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഉണ്ടാവും. നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ബേസിക്കലി ഏത് തന്നെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. സോ ബാങ്കിങ്ങിന്റെ ഏരിയയിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് ഇഷ്യൂയിങ് ഓർ ബാങ്ക് ഓഫ് ഇഷ്യൂയിങ് ഓർ കറൻസി എന്ന് പറയും. ബാങ്ക് ഓഫ് ഇഷ്യൂയിങ് ഓർ കറൻസി, ഇതാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കറൻസി ഇഷ്യൂ ചെയ്യുക അല്ലെ. ആൻഡ് ബേസിക്കലി ഗോൾഡ് കോയിൻസ്, ഗോൾഡ് ബുള്ളിയൻസ്, അതേപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓയിൽ, ഇതിനൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, സെൻട്രൽ ബാങ്കിനെ പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്തെങ്കിലും ഒരു ഇമർജൻസി വരികയാണ്, ട്രാൻസാക്ഷണൽ ഡിഫിക്കൽറ്റീസ് വരികയാണ്, അപ്പൊ ആ സമയത്തൊക്കെ നമ്മളെ സഹായിക്കാനായിട്ടുള്ളത് ആര് തന്നെയാണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ദ നെക്സ്റ്റ് വൺ ഇസ് ബാങ്കേഴ്സ് ബാങ്ക് ആണ് അല്ലെ. അതായത് നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക എന്ന് വിചാരിക്കുക, അപ്പൊ അത്തരത്തിൽ കമേഴ്ഷ്യൽ ബാങ്ക്സിന് എന്തെങ്കിലും ഒരു മീഡിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അത് സെൻട്രൽ ബാങ്ക് ആണ്. സേ ഫോർ എക്സാമ്പിൾ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അതേപോലെ തന്നെ ബേസിക് ആയിട്ട് ഇപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു കൊളാപ്സിന്റെ വേദിയിൽ നിൽക്കുകയാണ്, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്, അങ്ങനെയാണെങ്കിൽ അവരെ ബേസിക് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആര് തന്നെയാണ്, സെൻട്രൽ ബാങ്ക് തന്നെയാണ്. നമ്മൾ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നൊക്കെ പറയൂലേ, ഒരു നിവൃത്തിയില്ല, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല, പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ടൈമിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആര് തന്നെയായിരിക്കും, ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് സെൻട്രൽ ബാങ്ക്സ് തന്നെയായിരിക്കും. അതേപോലെ തന്നെ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മുടെ എക്കോണമിയിൽ പല തരത്തിലുള്ള സിറ്റുവേഷൻസ് വരും, നമുക്ക് നമ്മുടെ എക്കോണമിയിൽ ഫ്ലോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റഡ് ആകുന്ന മണി സപ്ലൈനെ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് കൺട്രോൾ ചെയ്യണം, അതിനെ ഒറിജിനേറ്റ് ചെയ്യണം, ഇതിനെല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആര് തന്നെയാണ്, സെൻട്രൽ ബാങ്ക് ആണ്. കാരണം നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ എക്കോണമിയിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മണി ദാറ്റ് ഈസ് സർക്കുലേറ്റിംഗ് ഇൻ അവർ എക്കോണമി, അതിനെയാണ് ബേസിക്കലി നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്, മണി സപ്ലൈ എന്നുള്ളതായിട്ട് വിളിക്കുന്നത്. അപ്പൊ ഈ മണി സപ്ലൈ ഇത്രത്തോളം നമ്മുടെ എക്കണോമിയിൽ വരുമ്പോ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ, അതുപോലെ തന്നെ ഡിഫ്ലേഷണറി കണ്ടീഷൻസ് ക്രിയേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ബിയോണ്ട് എ പെർട്ടിക്കുലർ ലിമിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ക്രിയേറ്റ് സീരിയസ് ലെവൽസ് ഓഫ് ഇംപെർഫെക്ഷൻസ്. അപ്പൊ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം, അതിനെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നിട്ടേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഏത് തന്നെയാണ്, മണി സപ്ലൈ തന്നെയാണ്. അപ്പൊ നമ്മൾ ബേസിക്കലി നോക്കുവാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സിലൂടെയുമാണ് നമ്മളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നത്, മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദ വെരി ഫസ്റ്റ് വൺ ഇസ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. രണ്ട് മെത്തേഡ്സ് ആണ് ബേസിക്കലി ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആണ്, ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. അപ്പൊ രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദ വെരി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വേറൊന്നും അല്ല, നമ്മുടെ
ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സുമാണ് ബേസിക്കലി വരുന്നത്. അപ്പൊ ഇതില് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് നമുക്ക് എന്തുണ്ട്, ബാങ്ക് റേറ്റ് പോളിസീസ് ഉണ്ട് അല്ലെ. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബാങ്ക് റേറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് പ്രൊവൈഡ്സ് ലോൺസ് ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇപ്പൊ നമ്മൾ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള ഒരു റേറ്റിനെയാണ് വി കോൾ ഇറ്റ് ആസ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാങ്ക് റേറ്റ് നമ്മൾ കൂടിയാൽ അല്ലെങ്കിൽ കുറഞ്ഞാൽ ഇതെല്ലാം ബേസിക്കലി എന്താണ്, നമ്മളുടെ എക്കണോമിയിൽ, കാരണം കൊമേഴ്ഷ്യൽ ബാങ്കിനാണ് അല്ലെ ഫ്രണ്ട്സ് കൊടുക്കുന്നത്. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിലേക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആമ്പിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ ബാങ്ക് റേറ്റിന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ ബാങ്ക് റേറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇറ്റ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് ഫണ്ട് ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക് വിച്ച് ഇൻ ടേൺ ഇസ് പാസ്ഡ് ഓൺ ടു ദിയർ കസ്റ്റമേഴ്സ്. കാരണം ബാങ്ക് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഈ സെൻട്രൽ ബാങ്കിന്റെ ഈ ഒരു ആക്ടിവിറ്റി കൊമേഴ്ഷ്യൽ ബാങ്കിനെ എഫക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൂടുതലായിട്ട് ലോൺ പർച്ചേസ് ചെയ്യില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജനങ്ങൾക്കും എന്ത് കിട്ടില്ല, വലിയ രീതിയിൽ ലോൺ ഓപ്ഷൻസ് കിട്ടില്ല. അപ്പൊ ബാങ്ക് റേറ്റ് കുറഞ്ഞാലോ കൊമേഴ്ഷ്യൽ ബാങ്കിന് ഒരുപാട് ലോൺ ഓപ്ഷൻസ് സെൻട്രൽ ബാങ്കിൽ നിന്ന് എടുക്കാനായി സാധിക്കും. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് പോലെ തന്നെ. അപ്പൊ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അത് ജനങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പൊ ജനങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഫണ്ട് മൊബിലൈസേഷൻ എന്ന് പറയുന്നതിലേക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യും. കൊമേഴ്ഷ്യൽ ബാങ്കില് ഇങ്ങനെ ഫണ്ട് ഒരുപാട് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയോണ്ട് എ പെർട്ടിക്കുലർ ലിമിറ്റ് വരുമ്പോൾ അത് പെർട്ടിക്കുലർ പ്രോബ്ലംസ് ഉണ്ടാക്കും. ജസ്റ്റ് ലൈക്ക് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഒക്കെ പോലെ. അപ്പൊ എല്ലാത്തിനും എന്തുണ്ടായിരിക്കണം, ഒരു കൺട്രോളിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റീവ് മെക്കാനിസം ഉണ്ടായിരിക്കണം. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് വി ഡു ഫങ്ഷൻ. നെക്സ്റ്റ് ഇസ് ദ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അതായത് നമ്മള് ഇപ്പം എന്താ പറയാ, ഷെയർ, സെക്യൂരിറ്റീസ് ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യില്ലേ. All those transactions are being undertaken under the open market operations. അപ്പൊ ഇവിടെ എന്താ വരണേ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പം നമ്മളെ സെൻട്രൽ ബാങ്കിന്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക്സ് അല്ലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെന്റിന്റെ ആ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പെർസ്പെക്റ്റീവില് നിന്നുകൊണ്ട് അവര് ബേസിക്കലി എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റില് ട്രേഡ് ചെയ്യും. അപ്പൊ സെക്യൂരിറ്റീസ് മാർക്കറ്റില് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ നോർമലി എന്ത് ചെയ്യും, ജനങ്ങൾ അത് പർച്ചേസ് ചെയ്യും. അപ്പൊ ജനങ്ങൾ അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള ക്യാഷിന് എന്ത് സംഭവിച്ചു, കുറവ് സംഭവിച്ചു അല്ലെ. കാരണം അവരുടെ കയ്യിലുള്ള ക്യാഷ് നമ്മളിലേക്ക് ഫ്ലോ ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി. ഇനി നമ്മുടെ എക്കണോമിക് സ്ട്രക്ചറില് പൈസ ഇല്ല, ഡിഫ്ലേഷണറി കണ്ടീഷൻ ആണെന്ന് വിചാരിക്കാം. സോ ആൾക്കാർ എന്ത് ചെയ്യണു വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാര് ഈ ഒരു എമൗണ്ട് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഗവൺമെന്റ് പറയാണ് ജസ്റ്റ് ബൈ ബാക്ക് ദി സെക്യൂരിറ്റീസ് എന്ന്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസ് തിരിച്ചു മേടിക്കും. അങ്ങനെ സെക്യൂരിറ്റീസ് തിരിച്ചു മേടിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് എന്താകുന്നു, ഈ പൈസ എൻറ്റർ ചെയ്യാണ് ചെയ്യുന്നത്. സോ പല രീതിയിലുമാണ് ഇത് നമ്മൾ മൊബിലൈസ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വാങ്ങുന്നു. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫ്ലേഷൻ സിറ്റുവേഷൻ, നമ്മുടെ എക്കോണമി വളരെ ക്രോണിക് ആയിട്ട് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാനായി സാധിക്കുന്നത്. അങ്ങനെ അല്ലാത്ത കണ്ടീഷൻസ് അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷണൽ ബേസ് വരുന്ന സമയത്ത് we don't adopt such a particular scenario അല്ലെങ്കിൽ we do not go for such a particular mechanism. rather നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മൾ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുന്നു, സെക്യൂരിറ്റീസ് ആൾക്കാര് പർച്ചേസ് ചെയ്യുന്നു. സോ ദാറ്റ് ആൾക്കാരുടെ കയ്യിൽ നിന്നും എമൗണ്ട് നമ്മുടെ എക്കണോമിയിലേക്ക് എന്താകുന്നു, ഒന്ന് ഇൻജക്ട് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് ഇസ് വേരിയബിൾ ലീഗൽ റിസർവ് റേഷ്യോ ആണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ എക്കണോമിയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് പല സോർട്സിലും ഫണ്ട് മൊബിലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ അതിൻ്റെ അകത്ത് നമുക്ക് വളരെ സ്പഷ്ടമായി വളരെ കൃത്യമായി
ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ആക്ച്വലി ഫങ്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൊമേഴ്ഷ്യൽ ബാങ്കിനോട് പറയാണ് ഈ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലീഗൽ റിസർവ് റേഷ്യോ കൂട്ടിക്കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റിന്റെ മാസീവ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് സെൻട്രൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. സോ ദാറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിലുള്ള പൈസ, അതായത് ഈ പൈസ ഉപയോഗിച്ചിട്ടാണല്ലോ അവർ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റി പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സോ ആ പൈസക്ക് എന്ത് സംഭവിക്കും? ഒരു ഡിറ്റോറിയേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ടേക്ക് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ ഈ ലീഗൽ റിസർവ് റേഷ്യോയുടെ ഏരിയയിലേക്ക് പോകുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യില് നമ്മൾ പറയാണ്, സെൻട്രൽ ബാങ്ക് പറയാണ് കുറച്ച് പെർസെൻറ്റേജ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ ഒരുപാട് ഫണ്ട് ഉണ്ടാവും. അതായത് ഇത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്, ഇത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണെന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ സെൻട്രൽ ബാങ്ക്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഈ കൊമേഴ്ഷ്യൽ ബാങ്കിന് കിട്ടുന്ന ഫണ്ടിന്റെ സർട്ടൻ പെർസെൻറ്റേജ് സെൻട്രൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് വെക്കണം. അപ്പൊ ലീഗൽ റിസർവ് റേഷ്യോ കൂടുതലാണെങ്കിൽ കൂടുതൽ പെർസെൻറ്റേജ് സെൻട്രൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് വെക്കണം. അങ്ങനെയാകുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിലുള്ള ഫണ്ട് എന്ന് പറയുന്നത് വളരെ കുറവാകും. ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാവില്ല. നമ്മുടെ എക്കോണമിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷെ അങ്ങനെ ആയാലും ഒരു ബിയോണ്ട് എ സർട്ടൻ ലിമിറ്റ് ഫണ്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. കാരണം ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പലതരത്തിലുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും നമ്മുടെ എക്കോണമിയിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. സോ ഒരു ബിയോണ്ട് എ പെർട്ടിക്കുലർ ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ട് ആകും. നേരെ മറിച്ച് ലീഗൽ റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് സപ്പോസ് എന്ത് സംഭവിക്കുക, കുറവ് സംഭവിക്കുകയാണെങ്കിൽ കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ കൂടുതലായിട്ട് ഫണ്ട് കിട്ടും. അതായത് ഇവരിവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യേണ്ട പെർസെൻറ്റേജ് ഓഫ് ഫണ്ട് കുറവാണെന്ന് അർത്ഥം. കൂടുതൽ ഫണ്ട് കിട്ടും, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാം. ബട്ട് ഫ്യൂച്ചറിൽ അത് എന്തിന് കാരണമാകും വെച്ചാൽ ഒരുപാട് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് വന്നാൽ ഇൻഫ്ലേഷണറി കണ്ടീഷൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് കംസ് മാർജിൻ റിക്വയർമെന്റ്സ്. മാർജിൻ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സിറ്റുവേഷൻസിലേക്കൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാണ് ഇപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതെ ബേസിക്കലി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് അൾട്ടിമേറ്റ്ലി ആരാണ് പ്രോബ്ലമാറ്റിക് സ്കെനാരിയോ വന്നാൽ ബിആർ ചെയ്യേണ്ടത്? സെൻട്രൽ ബാങ്ക് തന്നെയാണ്. സെൻട്രൽ ബാങ്ക് പറയാണ് കമേഴ്ഷ്യൽ ബാങ്ക്സിനോട് if there is any stringency of or if there is any particular problem associated, what you have to do is there is a particular margin which is normally associated. ആ particular margin അനുസരിച്ച് you have to pay the fund, you have to move ahead എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായി ലോൺ കൊടുക്കുകയാണെങ്കിൽ ഇത്ര ശതമാനം നമ്മൾ ആദ്യം പറയും മാർജിൻ അടച്ചാൽ മാത്രമേ നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ. കാരണം ലോൺ എന്ന് പറയുമ്പോൾ തന്നെ there is a risky atmosphere which is normally linked with that. സോ ആ ഒരു പെർസെൻറ്റേജ് നോക്കിയിട്ട് മാത്രമേ we will proceed. നെക്സ്റ്റ് ഇസ് മോറൽ സുവേഷൻ. മോറൽ സുവേഷനിലേക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് എന്ത് ചെയ്യണം? ഇവിടെ മൊത്തത്തില് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് പോളിസി മെക്കാനിസംസ് അവർ അത്യാവശ്യം ചെയ്യണം. അങ്ങനെ ഒരു ക്രെഡിറ്റ് പോളിസി മെക്കാനിസം ഇല്ല, ക്രെഡിറ്റ് പോളിസി റൂൾ ഇല്ലെങ്കിൽ അതും പ്രോബ്ലമാറ്റിക് സ്കെനാരിയോ ആണ്. നെക്സ്റ്റ് ഇസ് ക്രെഡിറ്റ് റേഷനിങ്. നമുക്ക് ഒരു ഒരു കോട്ട എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു പെർട്ടിക്കുലർ മെക്കാനിസം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, അതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ സ്പഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ടാബുലേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊസീഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു വളരെ സ്പഷ്ടമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസത്തിലൂടെ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് കൊണ്ട് ഇന്ന സെക്ടറിന് ഇത്ര പൈസ അല്ലെങ്കിൽ ഇന്ന സെക്ടറിന് ഇത്രേ പൈസ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി തന്നെ ഫോർമാറ്റഡ് ആകുന്നു. അങ്ങനെ ഫോർമാറ്റഡ് ആവുന്ന സമയത്ത് നമുക്ക് പിന്നെ എന്തില്ല, ഒരു ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല.
കാരണം അതിലും ബിയോണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക്സിന് തന്നെ അത് എന്തായിരിക്കും പ്രോബ്ലം ആയിട്ട് മാറും. സോ ഇനി നമ്മൾ മണി ആൻഡ് ബാങ്കിങ്ങിലെ മർജർ ആൻഡ് അക്വിസിഷൻസ് ആണ് പഠിക്കാൻ പോണത്. മർജർ ആയിട്ട് ഒരുപാട്, അതായത് ബേസിക് ആയിട്ട് ഒരുപാട് തരത്തിലുള്ള ബാങ്ക്സ് എന്തായിട്ടുണ്ട്, മെർജ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ബേസിക്കലി ഒന്ന് നോക്കണം. അതായത് നമ്മൾ 10 പബ്ലിക് സെക്ടർ ബാങ്ക്സിനെ ബേസിക്കലി 4 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതെന്തായിരുന്നു ബേസിക്കലി നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു റീക്യാപിറ്റലൈസേഷൻ മെക്കാനിസം കൊണ്ടുവരിക. അതായത് നമ്മുടെ എക്കണോമിയിൽ നമുക്കറിയാം, മൊത്തത്തിൽ ബാങ്ക്സിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അല്ലെ ഇന്റർകണക്ട് ചെയ്യുമ്പോൾ എക്കണോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് റീഫ്രെയിം വർക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഡെവലപ്മെന്റിലേക്ക് എത്തിക്കാനായിട്ടും ഇവ നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ മർജ് ചെയ്യുന്ന സമയത്ത്, മർജർ എന്ന് പറഞ്ഞാൽ എന്താ, മർജർ എന്ന് പറഞ്ഞില്ലെങ്കിൽ മെർജിങ് എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടോ അതിലധികമോ കമ്പനീസ് അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിനെ ഒരുമിച്ച് ലിങ്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ മർജർ അല്ലെങ്കിൽ മെർജിങ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 2 ടേംസ് ആണ്. ഒന്ന് മർജർ, രണ്ടാമത്തത് അമാൽഗമേഷൻ. ഇത് രണ്ടും ചിലപ്പം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മർജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അതിലധികമോ കമ്പനീസ് ഒരുമിച്ച് ചേരുന്നതിനെയാണ് ബേസിക്കലി മർജർ എന്ന് പറയുന്നത്. എന്നിട്ട് വലിയ കമ്പനി പറയുന്ന പോലെ ഇതിലൊരു ബിഗ് കമ്പനി ഉണ്ടാവും. ആ ബിഗ് കമ്പനി പോസ്റ്റുലേറ്റ് ചെയ്യുന്ന പോലെ മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് മർജർ എന്നുള്ളത് കൊണ്ട് അല്ലെ മേജർ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാറ്റ സ്റ്റീലും അതുപോലെ കോറസ് ഗ്രൂപ്പും. അപ്പൊ ഇതിൽ ബേസിക്കലി എന്തുണ്ട്, ടാറ്റ സ്റ്റീലും കോറസ് ഗ്രൂപ്പും കൂടെ മർജ് ചെയ്തു ആൻഡ് ദേ ജസ്റ്റ് ഫോംഡ് ആസ് ടാറ്റ സ്റ്റീൽ. ടാറ്റ സ്റ്റീലും കോറസ് ഗ്രൂപ്പും മർജ് ചെയ്ത് സിംഗിൾ എൻറ്റിറ്റി, ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് മാറുന്നു. സോ ഇവർ രണ്ടുപേരിൽ ഒരാളുടെ പേര് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് മർജർ. അമാൽഗമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ അധികം കമ്പനി മർജ് ചെയ്തൊരു പുതിയ കമ്പനി ഫോർമുലേറ്റ് ചെയ്യുന്നു. ഇതുവരെയുള്ള പേരോ ഇതുവരെയുള്ള സ്ട്രക്ചറോ ഒന്നുമല്ലാതെ 2 പേർക്കും ഈക്വൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കൊടുത്തുകൊണ്ട് ഒരു പുതിയതായിട്ടുള്ളത്, ഒരാളുടെ പേരിൽ മാത്രം അറിയപ്പെടാതെ പുതിയതായിട്ടുള്ള ഒരു ഫോർമേഷൻ കൊടുക്കുന്നതിനെയാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ആർക്കലർ ഉണ്ട്, അതുപോലെ മെറ്റൽ സ്റ്റീൽ ഉണ്ട്. ഇതിന്റെ അകത്ത് ഇവ രണ്ടുപേരും കൂടെ അമാൽഗമേറ്റ് ചെയ്ത് ആർസലർ മിറ്റൽ എന്ന് പറയുന്ന കമ്പനിയായിട്ട് മാറും. സോ ഇവിടെ 2 പേരും കൂടി വരികയാണ് ചെയ്യുന്നത്. മറ്റവിടെ ഒരു സിംഗിൾ കമ്പനി മാത്രം എന്ത് ചെയ്യാണ്, ഒറിജിനേറ്റ് ചെയ്തിട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ബാങ്കിങ് സ്ട്രക്ചർ അല്ലെങ്കിൽ ബാങ്കിങ് റിഫോംസിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക്സിനെ സ്ട്രക്ചറൈസ് ചെയ്യാനും ബാങ്കിങ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനുമായിട്ട് റെഗുലേഷൻ ആക്ടുകൾ ഉണ്ട്. ആൻഡ് ഈ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത് 1949 വളരെ പ്രശസ്തമായിട്ടുള്ളത്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 3 ടയർ മെക്കാനിസം ബാങ്കിങ് സിസ്റ്റത്തില് വന്നതോടു കൂടിയാണ് എന്ത് നമുക്ക് വരുന്നത്, ഈ ഒരു ബാങ്കിങ് സെക്ടർ കുറച്ചുകൂടി ഇന്ന് ഡെവലപ്ഡ് ആയത്. നരസിംഹ കമ്മിറ്റിയുടെ കീഴിലാണ് ബാങ്കിങ് സെക്ടർ റിഫോംസ് എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. 3 ടയർ മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ലാർജ് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, അതുപോലെ തന്നെ 8 to 10 നാഷണൽ ബാങ്ക്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ലാർജ്, അതിന്റെ കൗണ്ട് പറയുന്നില്ല, ലാർജ് റീജിയണൽ ആൻഡ് ലോക്കൽ ബാങ്ക്സ് ഉണ്ട്. അപ്പൊ 3 സെക്ടറിലാണ് അല്ലെങ്കിൽ ബാങ്ക്സിനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് 3 ലാർജ് സെക്ടറൽ ബാങ്ക്സ് ഉണ്ട്, 8 മുതൽ 10 വരെയുള്ള നാഷണൽ ബാങ്ക്സ് ഉണ്ട്, അതേപോലെ ലാർജ് റീജിയണൽ ആൻഡ് ലോക്കൽ ബാങ്ക്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. ബേസിക് ആയിട്ട് ആ ഒരു അമാൽഗമേഷൻ അല്ലെങ്കിൽ ആ ഒരു യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് നടന്നിട്ടുള്ളത് ബാങ്ക്സിന്റെ
ഓർഡർ നോക്കിയിട്ടാണ്. നമ്മൾ ഇവിടെ നിരന്തരമായി ചോദിക്കുന്നതാണ് ഈ മർജർ. അപ്പം ലാർജസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെക്കൻഡ് ബാങ്ക് ഇസ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. തേർഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ബാങ്ക് ഓഫ് ബറോഡയാണ്. അടുത്ത നമുക്ക് വരുന്നത് കാനറ ബാങ്ക് ആണ്. നെക്സ്റ്റ് കംസ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിന്റെ ഓർഡർ ഒക്കെ നമുക്ക് ചിലപ്പോൾ മിസ് ആൻഡ് മാച്ചിൽ ചോദിക്കാം. നെക്സ്റ്റ് കംസ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് കംസ് ഇന്ത്യൻ ബാങ്ക്. നെക്സ്റ്റ് കംസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് കംസ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. നെക്സ്റ്റ് is UCO Bank. Next, Bank of Maharashtra. Next is Punjab and Sind Bank. അപ്പൊ നമുക്ക് മൊത്തം 12 ബിഗ് ബാങ്ക്സ് ആണ് ഉള്ളത്. ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് ഓർഡറിൽ തന്നെയാണ്. The second one is Punjab National Bank. Third is Bank of Baroda. Fourth is Canara Bank. Fifth is Union Bank of India. Sixth is Bank of India. Then seventh is Indian Bank. Then comes Central Bank of India, Indian Overseas Bank, UCO Bank, Bank of Maharashtra, Punjab and Sind Bank. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിന്റെ മർജർ ആൻഡ് അക്വിസിഷനിലേക്ക് ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി 10 ബാങ്ക്സിനെ 4 ബാങ്ക്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ബാങ്കും അലഹബാദ് ബാങ്കിന്റെയും മർജർ ആയിരുന്നു. ഇന്ത്യൻ ബാങ്കിന്റെയും അലഹബാദ് ബാങ്കിന്റെയും മർജർ ആയിരുന്നു. ഇതിന്റെ അകത്തെ ആങ്കർ ബാങ്ക്, അതായത് മെയിൻ ആയിട്ടുള്ള ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇന്ത്യൻ ബാങ്ക് ആണ്. ഇതിന്റെ ആങ്കർ ബാങ്ക് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ബാങ്ക് ആണ്. നെക്സ്റ്റ് കംസ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. Then comes United Bank. ഇതിനെ നമ്മൾ മർജർ ചെയ്തിട്ടാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ഇതിന്റെ ആങ്കർ ബാങ്ക്. ആങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ബാങ്ക്, അതായത് ഇപ്പൊ നമ്മൾ മർജർ ചെയ്യുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഒരു വലിയ ബാങ്ക് ഉണ്ടാവും. ആ ബാങ്ക് ആണ് നമ്മൾ ബേസിക്കലി ആങ്കർ ബാങ്ക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ബാങ്ക് അലഹബാദ് ബാങ്ക് മർജർ ചെയ്തപ്പോ ആങ്കർ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും അതേപോലെ തന്നെ യുണൈറ്റഡ് ബാങ്കും കൂടെ മർജർ ചെയ്തപ്പോ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ആങ്കർ ബാങ്ക് ആയിട്ട് വന്നത്. ഇനി നമ്മൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ ആന്ധ്ര ബാങ്കും അതേപോലെ കോർപ്പറേഷൻ ബാങ്കും കൂടി ഒരുമിച്ച് മർജർ ചെയ്തപ്പോൾ നമുക്കിവിടെ ആങ്കർ ബാങ്ക് എന്ന് പറയുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതില് ആങ്കർ ബാങ്ക് ചോദിക്കാം, ഏതൊക്കെ ബാങ്ക്സ് ആണ് പരസ്പരം ലിങ്ക് ആയെന്നും ചോദിക്കാം. സോ ആദ്യത്തത് ഇന്ത്യൻ ബാങ്ക് അലഹബാദ് ബാങ്ക്, രണ്ടാമത്തത് PNB ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് യുണൈറ്റഡ് ബാങ്ക്, അടുത്തത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആന്ധ്ര ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്ക്. 4 എണ്ണാണ്, മൊത്തം 10 ബാങ്ക്സ് ആണുള്ളത്. ഈ 10 ബാങ്ക്സിൽ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്തു, 4 ബാങ്ക്സ് ആയിട്ട് കൺഫർ ചെയ്തു. നാലാമത്തെ നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ അകത്ത് നമുക്ക് കാനറ ബാങ്ക് ഉണ്ട്, അതിനോടൊപ്പം തന്നെ നമുക്ക് സിൻഡിക്കേറ്റ് ബാങ്ക് ഉണ്ട്. കാനറ ബാങ്ക് ഉണ്ട്, സിൻഡിക്കേറ്റ് ബാങ്ക് ഉണ്ട്. ആൻഡ് ഇവിടുത്തെ ആങ്കർ ബാങ്ക് എന്ന് പറയുന്നത് കാനറ ബാങ്ക് ആണ്. സോ ഇവിടെ ബേസിക്കലി നമ്മളുടെ മർജർ ആൻഡ് അക്വിസിഷൻ സ്ട്രാറ്റജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ബാങ്ക്സിനെ എല്ലാം തന്നെ അവർ നെറ്റ്വർക്ക് ചെയ്യാണ്. 10 ബാങ്ക്സ് ഉണ്ട്, നോക്കിക്കേ. ഇന്ത്യൻ ബാങ്ക്, അലഹബാദ് ബാങ്ക്, PNB ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക്, യൂണിയൻ ബാങ്ക്, ആന്ധ്ര ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, കാനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്. മൊത്തം 10 ബാങ്ക്സ് ആണ്. ഈ 10 ബാങ്ക്സിനെയും കൂടെ അവർ നെറ്റ്വർക്ക് ചെയ്ത് 4 ബാങ്ക്സ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമുക്ക്
ഈ ഒരു ക്യാപിറ്റലൈസേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഫണ്ട് ജനറേഷൻ ഇൻ അവർ എക്കോണമിയിലേക്ക് പോകുമ്പോൾ നമുക്കതൊന്ന് മൊബിലൈസ് ചെയ്യണം നമ്മുടെ ആക്ടിവിറ്റീസ്. കാരണം ഫ്രാഗ്മെന്റഡ് ആയി നിന്നിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ എന്തുണ്ടാവും, ഇൻവെസ്റ്റേഴ്സ് കാണും. അപ്പൊ നമ്മുടെ ലക്ഷ്യം വെറുതെ ഫണ്ട് റേസ് ചെയ്യുക അല്ലെങ്കിൽ ചുമ്മാ ഉള്ളൊരു മെക്കാനിസത്തിലേക്ക് പോസ്റ്റുലേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഓൾ ടുഗെദർ നമുക്ക് എന്ത് ചെയ്തേ മതിയാവുള്ളൂ, ഡെവലപ്മെന്റ് കൺസേൺസിലേക്ക് മൂവ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ പ്ലഗ് ഇൻ ചെയ്യുക അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഒന്ന് ടൈറ്റൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മെർജർ ആൻഡ് അക്വിസിഷൻ ആണ്. അപ്പൊ ഇതിനു മുമ്പ് മെർജർ നടന്നിട്ടുണ്ട്. അത് 2019 ഏപ്രിൽ 1 ആൻഡ് ഇറ്റ് വാസ് നത്തിങ് ബട്ട് വിജയ് ബാങ്കും അതേപോലെ തന്നെ ദേന ബാങ്കിന്റെയും മിക്സിംഗ് ആയിരുന്നു. വിജയ് ബാങ്കിന്റെയും ദേന ബാങ്കിന്റെയും മിക്സ്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇത് മിക്സ് ചെയ്തിരുന്നത് ബാങ്ക് ഓഫ് ബറോഡയുമായിട്ടായിരുന്നു. ബാങ്ക് ഓഫ് ബറോഡയുമായിട്ടായിരുന്നു ഇവർ ബേസിക്കലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മളുടെ ഒരു ചാലഞ്ചസ്, ഇത് ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഫണ്ട് മൊബിലൈസേഷന് വേണ്ടി നമുക്ക് സഹായിക്കുന്നു. അതേപോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബിസിനസ് സെക്ടർ അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ ഫൈനാൻഷ്യൽ ലോസ് വരികയാണെങ്കിൽ അത് വേറൊരു ബാങ്കിങ് കോമ്പിനേഷനും കൂടി, കാരണം കോമ്പിനേഷൻ ഓഫ് ബാങ്ക്സ് ആണ്. അപ്പൊ ബാങ്ക്സിന്റെ കോമ്പിനേഷൻസ് വഴി അതിന്റെ പ്രോബ്ലംസിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നു, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ ഒരുപാട് തരത്തിലുള്ള സ്ട്രെങ്ത് പൊസസ് ചെയ്യാനായി പറ്റുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കത് കുറച്ചുകൂടെ എഫിഷ്യൻസി ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ബിയോണ്ട് എ സർട്ടൻ ലിമിറ്റ് വരുന്ന സമയത്ത് ദാറ്റ് വുഡ് ക്രിയേറ്റ് പ്രോബ്ലംസ്. കാരണം ചില ബാങ്കിങ് യൂണിറ്റ്സ് മാത്രം വളരെ സ്ട്രക്ചറൈസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ ചില ബാങ്കിങ് യൂണിറ്റ്സ് മാത്രം വളരെയധികം ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് അവിടെ വരാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ അണ്ടർ ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിലേക്കും പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ വി ഹാവ് ടു മൂവ് അഹെഡ്. അത് നമുക്ക് ടാബുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് വുഡ് റിസൾട്ട് ഇൻ മാസീവ് ലെവൽസ് ഓഫ് ഇംപെർഫെക്ഷൻസ്. നമുക്ക് മുന്നോട്ടേക്ക് പോയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എന്ത് വരും, ദാറ്റ് വുഡ് ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ അവർ എക്കണോമിക് സ്ട്രക്ചർ. സോ ഇതാണ് നമ്മളുടെ മണി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന മേഖലയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ജസ്റ്റ് ലൈക്ക് പാർഷ്യൽ ഇക്വിലിബ്രിയം, അതേപോലെ തന്നെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ പാർഷ്യൽ ഇക്വിലിബ്രിയത്തിന്റെ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇക്വിലിബ്രിയം എക്കണോമിക്സിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. അതായത് നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ ഇനി ഒന്നുമില്ല എന്നുള്ള ഒരു കണ്ടീഷൻ ആണ് നമുക്ക് ഈ ഒരു ഇക്വിലിബ്രിയത്തില് ബേസിക് ആയിട്ട് പറയാനായി പറ്റുന്നത്. ഇക്വിലിബ്രിയത്തിന്റെ ഏരിയയില് നമുക്ക് നമ്മളെ മാർക്കറ്റിൽ ഇക്വിലിബ്രിയം ഉണ്ട്. ഏതൊരു ഏരിയയിലേക്ക് നമ്മൾ പോയാലും അവിടെ എല്ലാം തന്നെ എന്തുണ്ട്, ഒരു ഇക്വിലിബ്രിയം ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് പൊസസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയത്തിന്റെ കീഴിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്, അല്ലെ? ഇപ്പൊ നമ്മൾ ഇക്വിലിബ്രിയത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. വി ഹാവ് പാർഷ്യൽ ഇക്വിലിബ്രിയം ആസ് വെൽ ആസ് ജനറൽ ഇക്വിലിബ്രിയം. അപ്പം പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന പേര് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ നമുക്കൊരു കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് വെച്ച് പഠിക്കാം, പാർഷ്യൽ ഇക്വിലിബ്രിയം, ജനറൽ ഇക്വിലിബ്രിയം. അപ്പം പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മൈക്രോ ഇക്കണോമിക്കൽ സ്റ്റഡിയാണ്, അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിലാണ് നമ്മുടെ പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് വരുന്നത്. ഇവിടെ മൈക്രോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു സ്മോൾ യൂണിറ്റ് ചേഞ്ച് ആണ് എവിടെ വരുന്നത്, പാർഷ്യൽ ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫേമിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ പഠിക്കുകയാണ്, ഒരു ഇൻഡിവിജ്വലിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ പഠിക്കുകയാണ്. സോ there comes what, partial equilibrium analysis. On the other hand, നമ്മൾ എന്ത് ചെയ്യാണ്, എക്കണോമി ആസ് എ ഹോളിനെ കുറിച്ച് പഠിക്കുകയെന്ന് വിചാരിക്കാം. എക്കണോമിക് സ്ട്രക്ചർ ആസ് എ ഹോൾ നമ്മൾ പഠിക്കുവാണെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് ജനറലാ. അപ്പൊ ഈ ആസ് എ ഹോൾ എന്ന് പറയുമ്പോൾ
അവിടെ വരുന്ന ഏതാ? മാക്രോ ഇക്കണോമിക്സ് ആ വരുന്നത്, അല്ലെ മാക്രോ എക്കണോമിക് കോൺസെപ്റ്റ്സ് ആണ് ഡ്വെൽ ചെയ്തിട്ട് വരുന്നത്. സോ ഇവിടെ മൈക്രോ എക്കണോമിക്സിന്റെ പരിധി അല്ലെ മൈക്രോ എക്കണോമിക്സിന്റെ ഏരിയയിലേക്ക് അല്ലെങ്കിൽ പാർഷ്യൽ ഇക്വിലിബ്രിയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാർഷലാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം കൊണ്ടുവന്നത്. ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ലിയോൺ വാൾറാസ് ആണ് കൊണ്ടുവന്നത്. ലിയോൺ വാൾറാസ് ആണ് ജനറൽ ഇക്വിലിബ്രിയം കൊണ്ടുവന്നത്. പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർഷൻ ഓഫ് ദ എക്കോണമി ഈസ് ബീയിങ് സ്റ്റഡീഡ്. നമ്മുടെ എക്കോണമിയുടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെക്ഷനെ കുറിച്ച് മാത്രം പഠിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ടാ വിളിക്കുന്നത്? പാർഷ്യൽ ഇക്വിലിബ്രിയം എന്നാ വിളിക്കുന്നത്. ഇവിടെ നമ്മൾ അഗ്രിഗേറ്റ്സിനെ കുറിച്ച് പഠിക്കുകയാണ്. അതായത് നമുക്കൊരു എക്കണോമി ആസ് എ ഹോൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പഠിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ഇവിടെ പാർഷ്യൽ ഇക്വിലിബ്രിയത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷണൽ ലെവൽസ് ഒന്നും നമുക്ക് പറയാനായി പറ്റില്ല. ഇതൊരു സിംഗിൾ മാർക്കറ്റിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് ഹോൾ എക്കണോമിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പാർഷ്യൽ ഇക്വിലിബ്രിയം വരുമ്പോൾ ഒരു സിംഗിൾ മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ സിംഗിൾ എക്കണോമിക് യൂണിറ്റ്സിൽ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് മൊബിലൈസേഷൻസ് എങ്ങനെയാണ് വരുന്നത് മുതലായ കാര്യങ്ങളാണ് എവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്? ഈ ഒരു പാർഷ്യൽ ഇക്വിലിബ്രിയത്തില് ബേസിക്കലി നമ്മൾ പഠിക്കുന്നത്. How equilibrium is maintained, to what extent is maintained, how to maintain it എന്ന് മുതലായിട്ടുള്ള what, how, for എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസിൽ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്? കൺഫൈൻ ചെയ്യുന്നത്. വളരെ വലിയ രീതിയിലുള്ള ഒരു അപ്ലിക്കബിലിറ്റി സിറ്റുവേഷൻസ് ഒന്നും തന്നെ നമുക്ക് എന്തിൽ കാണാനായി പറ്റില്ല? പാർഷ്യൽ ഇക്വിലിബ്രിയം കൺസേൺസിൽ നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ പാർഷ്യൽ ഇക്വിലിബ്രിയത്തിന് ലിമിറ്റഡ് അപ്ലിക്കേഷൻ ആണ് വരുന്നത്. പാർഷ്യൽ ഇക്വിലിബ്രിയത്തിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ ലിമിറ്റഡ് അപ്ലിക്കേഷൻ ആണ്. ജനറൽ ഇക്വിലിബ്രിയം വരുന്ന സമയത്ത് അതിനൊരു ഹോളിസ്റ്റിക് അപ്ലിക്കേഷൻ ആണ് വരുന്നത്. പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി എ വേംസ് ഐ വ്യൂ ആണ്. അതായത് നമുക്ക് വേംസ് ഐ വ്യൂ, ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയും. വേംസ് ഐ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്കണോമിക് സ്ട്രക്ചറിനെ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയും. ഒരു ബേർഡ്സ് ഐ വ്യൂ, അതായത് നമ്മുടെ എക്കണോമിന്റെ എല്ലാ ആസ്പെക്ട്സിനെയും കുറിച്ച് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ അവിടെ വളരെ സ്പഷ്ടമായി വളരെ കൃത്യമായിട്ട് ഒരു അനാലിറ്റിക്കൽ സെക്ഷനിലൂടെ അല്ലെങ്കിൽ എല്ലാ പെർസ്പെക്റ്റീവ്സും നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത്. സെറ്ററിസ് പാരബസ് അതർ തിങ്സ് ബീയിങ് ഈക്വൽ എന്ന് പറയും. സെറ്ററിസ് പാരബസ് എന്ന് പറയുന്ന അസംഷൻ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്, സെറ്ററിസ് പാരബസ് എന്ന് പറയുന്ന അസംഷൻ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസിലാണ്. മസ്കൊളൽ, വിൻസ്റ്റൺ, ഗ്രീൻ വിൻഡ്ലി മുതലായവർ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസിനെയാണ്. പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ, നമുക്കറിയാം പലതരത്തിലുള്ള മാർക്കറ്റ് ഫോംസിനെയും നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനും പഠിക്കാനായിട്ടും സാധിക്കും. സോ ഇവിടെ ബേസിക്കലി നമ്മൾ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള നൊട്ടേഷൻ മാത്രമല്ല പഠിക്കുന്നത്, ആസ് എ ഹോൾ ഫാക്ടറിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇവിടെ മൊത്തത്തിലുള്ള ഒരു കൺഫിഗറേഷൻ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു സിറ്റുവേഷണൽ ബേസിസ് ആണ് അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് കംസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മെക്കാനിസം തന്നെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള റൂൾസ്
ആസ് വെൽ ആസ് റെഗുലേഷൻസിന്റെ ബേസിസിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിന്റെ ഫങ്ഷൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഒന്ന് റോൾ ഓഫ് ആൻ ഇക്കണോമിക് ബാരോമീറ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻ ആണ്. അവയൊരു ഇക്കണോമിക് ബാരോമീറ്റർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് മേജർ ആയിട്ടുള്ള അതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഷെയർ പ്രൈസസും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് എന്ത് തന്നെയാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തന്നെയാണ്. നമുക്കറിയണം എങ്ങനെയാണ് ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, അവ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഫംഗ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ അതിനെല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തന്നെയാണ്. നെക്സ്റ്റ് ഇസ് വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഓരോ പെർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റ്സ് കാണും. അപ്പൊ ഈ പെർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റ്സിന്റെ ട്രാൻസാക്ഷൻസിനെ എല്ലാം തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യണം, നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യണം. സോ അതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് എന്ത് തന്നെയാണ്? ഇത്തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തന്നെയാണ്. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നമ്മളുടെ എക്കണോമിയിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്ന സപ്ലൈ ആസ് വെൽ ആസ് ഡിമാൻഡ് ഫാക്ടർ എങ്ങനെയാണെന്ന് നോക്കും. നമുക്കറിയാം സപ്ലൈ ഡിമാൻഡ് മെക്കാനിസത്തിലൂടെയാണ് ശരിക്കും നമ്മളുടെ മാർക്കറ്റ് ടെൻഡൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മാർക്കറ്റ് ഫാക്ടേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനും മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാനും നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്ത് തന്നെയാണ്? ഇത്തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തന്നെയാണ്. നെക്സ്റ്റ് ഇസ് ട്രാൻസാക്ഷണൽ സേഫ്റ്റി. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ തന്നെയാണ്. അതായത് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു തേർഡ് ഐ വ്യൂ വരികയാണ് ചെയ്യുന്നത്. മാർക്കറ്റ്സില് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആയാലും ഫിനാൻഷ്യൽ മെക്കാനിസത്തിന്റെ ഏരിയയിലായാലും ഒരു തേർഡ് ഐ ഇൻകറൻസ് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമുക്ക് സെക്യൂരിറ്റീസ് ട്രേഡ് ഓൺ ചെയ്യാനും അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ടും നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്? ഇത്തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത് നമ്മളെ ടാബുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അറിയാത്ത കമ്പനീസിൽ നിന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഷെയർ സെക്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് എന്ത് ആവശ്യമാണ്? വളരെ ലിങ്ക്ഡ് ആയിട്ടുള്ള വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു മെയിൻറ്റെനൻസ് ആവശ്യമാണ്. എങ്ങനെയാ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുക? കാരണം നമ്മൾ ചിലപ്പം ആദ്യമായിട്ട് ട്രാൻസാക്ഷൻസിലേക്ക് എൻ്റർ ചെയ്യുന്നവരായിരിക്കാം. സോ നമുക്ക് അറിയില്ല എത്രമാത്രം പ്ലെയിൻ ആണ്, എത്രമാത്രം കറക്റ്റ് ആണ് എന്നതിനെ കുറിച്ച്. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസാക്ഷൻസിലേക്ക് പോകാൻ പറ്റും. എന്നാൽ അത് ഒറ്റ ടേക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലും മനസ്സിലാക്കാനായിട്ടും പറ്റില്ല. അപ്പൊ നമുക്കവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഇക്കണോമിക് ഗ്രോത്ത് മെക്കാനിസത്തിന് വേണ്ടിയിട്ട് അത് നമ്മളെ വളരെ വലിയ രീതിയിൽ സഹായിക്കാറുണ്ട്. നമ്മുടെ എക്കണോമിയിൽ നമുക്കൊരു സ്റ്റെബിലിറ്റി കൺഫൈൻ ചെയ്യണം, അതേപോലെ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുകയും വേണം. അപ്പൊ അങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ എക്കണോമിക് ഗ്രോത്ത് ഫണ്ട് മൊബിലൈസേഷൻ തന്നെയാ അല്ലെ. അതായത് ജനങ്ങളുടെ കയ്യിൽ വെറുതെ ഫണ്ട് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് ഡു എനിത്തിങ്. അപ്പൊ ആ ഫണ്ട് നമുക്ക് മൊബിലൈസ് ചെയ്ത് ഒറിജിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനായി നമ്മളെ സഹായിക്കുന്നതും എന്ത് തന്നെയാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തന്നെയാണ്. നെക്സ്റ്റ് സ്പെക്യുലേഷൻ ആക്ടിവിറ്റി, ഊഹക്കച്ചവടം എന്ന് പറയും. ഇപ്പൊ മാർക്കറ്റിന്റെ ടെൻഡൻസിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഷെയർ സെക്യൂരിറ്റീസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ട്രേഡ് ഓഫ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മളുടെ കയ്യിൽ നമുക്കറിയാം 3 തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്. റിസ്ക് അവേർട്ടേഴ്സ്, റിസ്ക് പ്ലഞ്ചേഴ്സ്, റിസ്ക് ടേക്കേഴ്സ്. അപ്പൊ നമുക്ക് റിസ്ക് ന്യൂട്രൽസ്. അപ്പൊ നമുക്ക് എന്ത് ആവശ്യമാണ്? നമുക്ക് റിസ്കിനെ മിനിമൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് എല്ലായ്പ്പോഴും വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺഫർമേഷൻ എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. സോ നമുക്ക് പ്രൊസീഡ് ചെയ്യണം. വി ഹാവ് ടു മൂവ് എഹെഡ്. അടുത്തത് ലിക്വിഡിറ്റി ഫാക്ടർ. നമ്മളുടെ കയ്യിൽ വെറുതെ പൈസ വെച്ചിരുന്നിട്ട് ദാറ്റ് വോണ്ട് ഡു എനിത്തിങ് അല്ലെ, ദാറ്റ് വോണ്ട് മീൻ എനിത്തിങ്. നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്? നമുക്ക് ഈ ലിക്വിഡിറ്റി ട്രാൻസാക്ഷൻസ് നമ്മളുടെ കയ്യിലുള്ള ആ ഫണ്ടിനെ നമുക്ക് പെട്ടെന്ന് എന്താക്കി കൺവേർട്ട് ചെയ്യണം? നമുക്ക് റിസോഴ്സ് ബേസിൻസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ റിസോഴ്സ് ബേസിൻസിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ എക്കോണമിയിൽ ഒരു ബിൽറ്റ് ഇൻ മെക്കാനിസം എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ എക്കണോമിയിൽ എന്തുണ്ടാവുള്ളൂ? ഒരു സിറ്റുവേഷണൽ ബേസിസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മൊബിലൈസ് ചെയ്യാനായി പറ്റുള്ളൂ. നെക്സ്റ്റ്
ക്യാപിറ്റൽ അലോക്കേഷൻ. വാട്ട് ഈസ് ക്യാപിറ്റൽ അലോക്കേഷൻ? നമുക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ എക്കോണമിയിൽ വളരെയധികം ക്രിസ്റ്റലായി അല്ലെങ്കിൽ വളരെയധികം ഇക്വിറ്റബിൾ ബേസിസിൽ ക്യാപിറ്റൽ റിസോഴ്സസിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും മൊബിലൈസ് ചെയ്യുകയും വേണം. അപ്പൊ അതിനും നമ്മളെ ആരാണ് സഹായിക്കുന്നത്? ഇത്തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. അതേപോലെ നമ്മുടെ എക്കോണമിയിൽ ഇൻവെസ്റ്റ്മെന്റ് സേവിംഗ് മെക്കാനിസം നമുക്ക് മൊബിലൈസ് ചെയ്യണം. ജനങ്ങളുടെ ഇടയിൽ ഇൻവെസ്റ്റ്മെന്റ് മൊബിലൈസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അല്ലാതെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ കയ്യിലും വെറുതെ കുറെ ഫാക്ട് അല്ലെങ്കിൽ കുറെ രീതിയിൽ നമുക്ക് ക്യാഷ് വെച്ചിട്ട് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ഇല്ല. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് മൊബിലൈസ് ചെയ്യണം. അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി ആണെങ്കിലും സേവിംഗ് മെക്കാനിസം ആണെങ്കിലും കൺഫൈൻ ചെയ്യുകയും മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യണം. അതിനായും നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വേറൊന്നുമല്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ചിട്ടുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ്. Then we went with money supply control. നമുക്ക് അവിടെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിന്റെ കീഴിൽ വരുന്നതാണ് ബാങ്ക് റേറ്റ് പോളിസി, OMO, LRR. ക്വാളിറ്റേറ്റീവിന്റെ കീഴിൽ വരുന്നതാണ് മാർജിൻ റിക്വയർമെന്റ്, മോറൽ സുവേഷൻ, ക്രെഡിറ്റ് റേറ്റിംഗ്. മെർജർ പഠിച്ചു, അമാൽഗമേഷനെ കുറിച്ച് പഠിച്ചു. Top banks, SBI, PNB, Bank of Baroda, Canara Bank, Union Bank of India, Indian Bank, Central Bank of India, IOB, UCO Bank, Bank of Maharashtra, Punjab and Sindh Bank. പിന്നെ നമ്മൾ മർജേഴ്സ് പഠിച്ചു. Then we went with equilibrium and stock exchange. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്, so that will be discussed in the next class. നമുക്ക് കുറച്ച് പോർഷൻസ് കൂടിയേ ഉള്ളൂ. We will be discussing on stock exchange. Then നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ NSE ഉണ്ട്, BSE ഉണ്ട്, then ISLM, then Great Depression, income theory and VS. So നമുക്ക് ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് തന്നെയാണ്. പാർഷ്യൽ ഇക്വിലിബ്രിയം ആരാണ് കൊണ്ടുവന്നത് എന്നുള്ള കോൺസെപ്റ്റ്സ് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്.